മരണവീട്ടിൽ പോയി വന്നാൽ കുളിച്ചിട്ടേ വീട്ടിൽ കയറാവൂ എന്ന് പറയുന്നതിന് പല കാരണങ്ങളുണ്ട്. ഇത് പ്രധാനമായും വിശ്വാസപരവും ആരോഗ്യപരവും മാനസികവുമായ ഘടകങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രധാനമായും ഈ ആചാരത്തിന് പിന്നിലെ കാരണങ്ങൾ ഇവയാണ്. 1. വിശ്വാസപരമായ കാരണങ്ങൾ. അശുദ്ധി സങ്കല്പം. ഹിന്ദു ആചാരപ്രകാരം മരണം നടന്ന വീടും പരിസരവും ഒരുതരം അശുദ്ധി, ചിലയിടങ്ങളിൽ പുല എന്ന് പറയുമുള്ളതായി കണക്കാക്കപ്പെടുന്നു. അശുദ്ധി നീക്കാൻ മരണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ ഈ അശുദ്ധി നമ്മെയും ബാധിക്കുന്നു എന്നൊരു വിശ്വാസമുണ്ട്. വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കുളിക്കുന്നതിലൂടെ ഈ അശുദ്ധി ശരീരത്തിൽ നിന്നും വസ്ത്രങ്ങളിൽ നിന്നും നീക്കം ചെയ്ത് ശുദ്ധിയാകുന്നു. നെഗറ്റീവ് എനർജി. മരണവീട്ടിലെ ദുഃഖവും ഭയവും കലർന്ന അന്തരീക്ഷം ഒരുതരം നെഗറ്റീവ് എനർജി സൃഷ്ടിക്കുമെന്ന് പലരും വിശ്വസിക്കുന്നു. വെള്ളം ഒരു ശുദ്ധീകരണ മാധ്യമമായി കണക്കാക്കപ്പെടുന്നു. കുളിയിലൂടെ ഈ നെഗറ്റീവ് ഊർജത്തെ ഇല്ലാതാക്കി ശുദ്ധമായ മനസ്സോടെയും ശരീരത്തോടെയും സ്വന്തം വീട്ടിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നു. ആത്മാവുമായുള്ള ബന്ധം. മരിച്ചയാളുടെ ആത്മാവ് കുറച്ചുകാലം ആ പരിസരത്തുണ്ടാകുമെന്നും മരണവീട്ടിൽ പോയി വരുന്നവരിലൂടെ അത് ഭവനങ്ങളിലേക്ക് പ്രവേശിക്കാതിരിക്കാനാണ് കുളിക്കുന്നതെന്നും ഒരു നാടൻ വിശ്വാസമുണ്ട്. ആരോഗ്യപരമായ കാരണങ്ങൾ. ശുചിത്വം. പഴയ കാലത്ത് ഈ ആചാരത്തിന് ഇന്നത്തേതിനേക്കാൾ വലിയ പ്രസക്തിയുണ്ടായിരുന്നു. മൃതശരീരം അഴുകാൻ തുടങ്ങുമ്പോൾ അതിൽ നിന്ന് അണുക്കൾ, ബാക്ടീരിയ, വൈറസ് പടരാൻ സാധ്യതയുണ്ട്. കൂടാതെ മരണകാരണം പകർച്ചവ്യാധികളാണെങ്കിൽ പ്രത്യേകിച്ചും. മരണവീട്ടിൽ പോയി വരുന്നയാൾ അവിടെയുള്ള പലരുമായും ഇടപഴകുകയും പലയിടങ്ങളിലും സ്പർശിക്കുകയും ചെയ്യാം. വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ, പ്രത്യേകിച്ച് കുട്ടികളും പ്രായമായവരുമുള്ളപ്പോൾ, ഈ അണുക്കളെ വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ കുളിക്കുന്നത് സഹായിക്കുന്നു. ശ്മശാനത്തിലെയും മറ്റും പുകയും പൊടിയും ശരീരത്തിൽ പറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഒഴിവാക്കി ശുചിത്വം ഉറപ്പുവരുത്താനും കുളി അനിവാര്യമാണ്. ദുഃഖത്തിൽ നിന്നുള്ള മോചനം. മരണം നൽകുന്ന മാനസിക ആഘാതത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ഒരു മോചനം നേടാൻ കുളി സഹായിക്കുന്നു. ശവസംസ്കാര ചടങ്ങുകളുടെ ഭാരവും മാനസിക പിരിമുറുക്കവും ഇറക്കിവെച്ച് പുതിയൊരു തുടക്കമെന്ന നിലയിൽ സ്വന്തം വീട്ടിലെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഈ കുളി ഒരു പ്രതീകാത്മകമായ ചടങ്ങായി വർത്തിക്കുന്നു. ചുരുക്കത്തിൽ, അശുദ്ധി നീക്കി ശുദ്ധി വരുത്തുക എന്ന വിശ്വാസപരമായ കാരണത്തോടൊപ്പം അണുബാധ തടയുക എന്ന ആരോഗ്യപരമായ മുൻകരുതലും ദുഃഖത്തിൽ നിന്ന് മനസ്സിനെ ശുദ്ധീകരിക്കുക എന്ന മാനസികമായ വശവും ഈ ആചാരത്തിന് പിന്നിലുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.